പ്രീമിയർ പ്രോ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ സ്മൂത്ത് സൂം ട്രാൻസിഷൻ എഫക്ട്സ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡേ 6 ഓഫ് 15 ഡേയ്സ് വീഡിയോ എഡിറ്റിംഗ് ചലഞ്ച്. ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം എഫക്ട്സ് പോയിട്ട് ട്രാൻസ്ഫോം സെർച്ച് ചെയ്യുക. അപ്പോൾ ഡിസോർട്ടിൽ ട്രാൻസ്ഫോം ഉണ്ടാവും. ആ ട്രാൻസ്ഫോം ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് എഫക്ട്സ് കൺട്രോൾ പോയിട്ട് അതിൻ്റെ ഷട്ടർ ആംഗിൾ യൂസ് കോമ്പോസിഷൻ ഷട്ടർ എന്നുള്ളത് അൺടിക്ക് ചെയ്യണം. അതിന് ശേഷം 360 ടൈപ്പ് ചെയ്യാം. 360ക്ക് സെറ്റ് ചെയ്തതിന് ശേഷം സ്കെയില് കീ ഫ്രെയിം ആഡ് ചെയ്യുക സ്കെയിലിന്. എന്നിട്ട് 2 ക്ലിപ്പിൻ്റെ ഇടയിലായിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് 300 സ്കെയിൽ ആഡ് ചെയ്യുക. പിന്നെ 5 ഫ്രെയിം അപ്പുറത്തും 5 ഫ്രെയിം ഇപ്പുറത്തും ആയിട്ട് സ്കെയില് 100 തന്നെ സെറ്റ് ചെയ്യുക. സോ ഇതൊക്കെ കീ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം സ്കെയില് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഗ്രാഫ് കാണാം. ഈ ഗ്രാഫ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിന് ഈസ് ഔട്ടും ലാസ്റ്റത്തേന് ഈസ് ഇന്നും ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിൻ്റെ ആങ്കർ പോയിന്റ് കിട്ടും. ഇതുപോലെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് വിഷ്വൽ റെൻഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ സൂം ട്രാൻസിഷൻ എഫക്ട്സിൻ്റെ കുറച്ച് പ്രീസെറ്റും കാര്യങ്ങളും കയ്യിലുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി.